മസ്കറ്റ് ഇന്ത്യൻ സ്കൂളിലെ അമിത ഫീസ് വർധനവിനെതിരെ പ്രതിഷേധം ശക്തമാക്കി രക്ഷിതാക്കൾ. ഫീസ് വർധനവ് പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് പരാതി നൽകാനെത്തിയ രക്ഷിതാക്കളെ സ്കൂൾ അധികൃതർ തടഞ്ഞത് തർക്കത്തിനിടയാക്കി. ദിവസങ്ങൾക്ക് മുമ്പാണ് മസ്കറ്റ് ഇന്ത്യൻ സ്കൂൾ ഫീസ് വർധനവ് പ്രഖ്യാപിച്ചത്. ഇതിന് പിന്നാലെയാണ് ഫീസ് വർധന പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് നിവേദനം നൽകാൻ 100ഓളം രക്ഷിതാക്കൾ സ്കൂളിലെത്തിയത്. എന്നാൽ രക്ഷിതാക്കളെ സ്കൂളിനുള്ളിലേക്ക് കടത്തിവിടാതെ മാനേജ്മെന്റ് തടഞ്ഞു. ഇത് ഏറെ നേരം വാക്ക് തർക്കത്തിന് കാരണമായി. പ്രതിഷേധം ശക്തമായതോടെ ചർച്ചയ്ക്ക് സ്കൂൾ അധികൃതർ തയ്യാറായെങ്കിലും ഫീസ് പിൻവലിക്കുന്ന കാര്യത്തിൽ തീരുമാനമായില്ല. വർദ്ധിപ്പിച്ച സ്കൂൾ ഫീസ് അടിയന്തരമായി പിൻവലിക്കണമെന്നാണ് രക്ഷിതാക്കളുടെ ആവശ്യം. പാഠപുസ്തകങ്ങളുടെ വിലയിൽ പുനഃപരിശോധന വേണമെന്നും ഇവർ ആവശ്യപ്പെടുന്നു. നിലവിലെ പ്രത്യേക സാഹചര്യത്തിൽ ജോലി സുരക്ഷ പോലും ഇല്ലാത്ത അവസ്ഥയിലാണ് പല പ്രവാസികളും. അമിത ഫീസ് നിരക്ക് കുടുംബ ബജറ്റ് താളം തെറ്റിക്കുമെന്നും രക്ഷിതാക്കൾ ചൂണ്ടിക്കാട്ടുന്നു. വേനൽ ഏറ്റവും ശക്തമാകുന്ന ജൂലൈ 2ാം വാരം സ്കൂൾ തുറക്കാനുള്ള തീരുമാനം അശാസ്ത്രീയവും വിദ്യാർത്ഥികളുടെ ആരോഗ്യത്തിന് ഹാനികരവുമാണെന്നും പ്രവാസികൾ പറയുന്നു. ഒരു പഠനവും നടത്താതെ സ്കൂൾ അധികൃതരും സ്കൂൾ ബോർഡും അശാസ്ത്രീയമായ പരിഷ്കാരങ്ങൾ നടപ്പിലാക്കുന്നു എന്ന പരാതിയും ശക്തമാണ്. ന്യായമായ ആവശ്യങ്ങൾ പരിഗണിച്ചില്ലെങ്കിൽ കൂടുതൽ ശക്തമായ പ്രതിഷേധങ്ങൾ ഉണ്ടാകുമെന്നാണ് രക്ഷിതാക്കളുടെ മുന്നറിയിപ്പ്. റിപ്പോർട്ടർ, ഒമാൻ.